നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം കണ്ടനാട്ടെ വീട്ടിലെത്തിച്ചു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇസത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇസത്ത്, വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഭൗതിക ശരീരം. അപ്പോൾ അവിടെ പൊതുദർശനം ഉണ്ടോ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? അജി, ഏകദേശം 3 മണിക്കൂർ നീണ്ടുനിന്ന പൊതുദർശനത്തിന് ശേഷം ഒരു 5:30 ആയപ്പോഴാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. മൃതദേഹം കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ ജനസാഗരമാണ്. ടൗൺ ഹാളിൽ നമ്മൾ എത്രത്തോളം ആളുകളെയാണോ കണ്ടത്, അതിൻ്റെ തന്നെ ഒരു ശതമാനം ആളുകൾ ഇവിടെ ഇപ്പോൾ വീട്ടിലും പൊതുദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ജനാവലിക്ക് കാരണമായിട്ടും ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ, അദ്ദേഹത്തിൻ്റെ സംവിധാനം, അദ്ദേഹം ഒരിക്കലും മനസ്സിൽ നിന്നും മറക്കാൻ കഴിയാതെ വെച്ച കഥാപാത്രങ്ങൾ, ഇതെല്ലാമാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ജനസാഗരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചു മുമ്പാണ് ടൊവിനോ തോമസും അതുപോലെ തന്നെ നടനായ നരൻ സിജു വിൽസൺ ഇവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം മറ്റു ആളുകളും ഇവിടെ എത്തിച്ചേരുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. നാളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും ഇവിടെ എത്തും. അതുപോലെ തന്നെ ബാദുഷാ, സംവിധായകരായ ജിത്തു ജോസഫ്, ഇവരെല്ലാം ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് എത്തിയിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ സംഘാടക കാര്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് സാംസ്കാരിക രംഗത്തുള്ള ഇപ്പോൾ ഇതാ സംവിധായകൻ ലാൽ ജോസ് എത്തിയിട്ടുണ്ട്. ലാൽ ജോസ് ഇപ്പോൾ പൊതുദർശനത്തിൽ, ലാൽ ജോസ് നേരത്തെയും അതുപോലെ തന്നെ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. ടൗൺ ഹാളിൽ അദ്ദേഹവും ഈ പൊതുദർശനത്തിന് എത്തിയപ്പോൾ അതിൻ്റെ ഒരു സംഘാടകനായിട്ട് അതിൻ്റെ എല്ലാത്തിനും കൂടെ നിന്നൊരു ആളായിരുന്നു. ഇപ്പോൾ വീട്ടിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. നാളെയും ഇതുപോലെ തന്നെ ഒരു ജനാവലി, നാളെ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊന്ന് കാണാൻ നിരവധി ആളുകൾ എത്തുമെന്നാണ്. നാളെ 10 മണിക്കാണ് ഇവിടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി വലിയൊരു ജനസാഗരത്തിന് മുന്നിലായിരിക്കും നാളെ മലയാളി മനസ്സിനോട് അദ്ദേഹം വിട പറയുക. അജി കുഞ്ഞുമോൻ.